സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുമെന്ന റിപ്പോർട്ടുകൾ ഇന്നു മുതൽ അടുത്ത 2-3 ദിവസങ്ങളിൽ ഈ കാലാവസ്ഥ തുടരും. ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെടുമെന്നും പറയുന്നു. ഇതിന്റെ ഫലമായി ജൂൺ അവസാന ആഴ്ച മുതൽ ജൂലൈ ആദ്യവാരം വരെ കേരളത്തിൽ പടിഞ്ഞാറൻ കാലവർഷ മഴ വീണ്ടും ശക്തമാകാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കിഴക്കൻ മലനിര പ്രദേശങ്ങളിലുമായും മധ്യ കേരളത്തിലായും അനുഭവപ്പെട്ട മഴയ്ക്ക് വലിയ മാറ്റമാണ് സംഭവിക്കുന്നത്. ഇതിനുള്ള പ്രധാന കാരണം ബംഗാൾ ഉൾക്കടലിൽ നിന്ന് എത്തിയ ഈർപ്പമുള്ള കിഴക്കൻ കാറ്റാണ്. ഈ കാറ്റുകൾ പശ്ചിമഘട്ടം മറികടന്ന് അറബിക്കടലിലേക്ക് കടന്ന ശേഷം വീണ്ടും കരയിലേക്ക് തിരിച്ചെത്തുന്നു എന്നാണ് റിപ്പോർട്ട്. അതിനാൽ മഴ വീണ്ടും ശക്തമാകാൻ കാരണമായെന്നും കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. ചില സമയങ്ങളിൽ, അതായത് പ്രത്യേകിച്ച് രാവിലെകളിൽ മേഘാവൃതമായ അന്തരീക്ഷമാണ് കാണുന്നത്. ഇടവിട്ട് മഴയും മധ്യകേരളത്തിലെ പല ജില്ലകളിലും തുടരുന്ന കാഴ്ചയും ഇപ്പോഴുണ്ട്. എന്നാൽ കാലാവസ്ഥാ സാഹചര്യം ക്രമേണ മാറി തുടങ്ങിയെന്നാണ് സൂചനകൾ. ഇന്നു മുതൽ അടുത്ത 2-3 ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴയുടെ ശക്തി നേരിയ തോതിൽ കുറയാനും സാധ്യതയുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള കിഴക്കൻ കാറ്റിന്റെ ഒഴുക്ക് ദുർബലമായി തുടങ്ങിയെന്നും പറയുന്നു. അതേസമയം ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ വ്യാപകമായ മഴ പ്രതീക്ഷിക്കേണ്ട. ഒഡീഷ തീരത്തോട് ചേർന്ന് ബംഗാൾ ഉൾക്കടലിൽ ഒരു ചക്രവാത ചുഴി രൂപപ്പെടുന്ന സാഹചര്യം നിലവിലുണ്ടെന്നും വിദഗ്ധർ പറയുന്നു. അതിനാൽ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ശക്തി ഇത് പ്രാപിച്ച് ഒരു ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട്. ആയതിനാൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടാൽ അത് കരയിലേക്ക് പ്രവേശിച്ച് ഒഡീഷ വഴി മധ്യ ഇന്ത്യയിലേക്കും തുടർന്ന് മഹാരാഷ്ട്രയിലേക്കും സഞ്ചരിക്കുമെന്നും പറയുന്നു. പിന്നീട് അറബിക്കടലിന് സമീപത്തേക്ക് എത്തുമ്പോൾ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലെ മഴ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ മുൻകൂട്ടി പറയുന്നുണ്ട്. എന്നാൽ ന്യൂനമർദ്ദ സംവിധാനത്തിന്റെ സ്വാധീനത്തിൽ അറബിക്കടലിൽ നിന്നുള്ള ഈർപ്പമുള്ള പടിഞ്ഞാറൻ കാറ്റുകൾ കൂടുതൽ ശക്തമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് കൊങ്കൺ മേഖല, ഗോവ, കർണാടക തീരം, വടക്കൻ കേരളം എന്നിവിടങ്ങളിൽ വീണ്ടും ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. നിലവിലെ കാലാവസ്ഥാ സൂചനകൾ പ്രകാരം ജൂൺ അവസാന ആഴ്ച മുതൽ ജൂലൈ ആദ്യവാരം വരെ കേരളത്തിൽ പടിഞ്ഞാറൻ കാലവർഷ മഴ വീണ്ടും ശക്തമാകുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് വടക്കൻ കേരളം, മലയോര മേഖലകളിൽ, പശ്ചിമഘട്ട പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ശക്തമായ മഴയോ അല്ലെങ്കിൽ അതിശക്തമായ മഴയോ പ്രതീക്ഷിക്കാം. മാത്രമല്ല, കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട മഴ തുടരുമെന്നാണ് റിപ്പോർട്ട്. കോഴിക്കോട് മുതൽ ആലപ്പുഴ വരെയുള്ള ജില്ലകളിലാണ് ഇപ്പോൾ മഴ സാധ്യതയുള്ളത്. മഴ കൂടുതലും തീരദേശത്തും ഇടനാട് പ്രദേശത്തുമാണ് പ്രതീക്ഷിക്കേണ്ടത്. മഴയ്ക്കൊപ്പം മധ്യ തെക്കൻ ജില്ലകളിൽ ഇടിമിന്നൽ സാധ്യതയും പ്രവചിക്കുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.